ജനങ്ങൾക്കടുത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അവർ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വേണമെന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും അവർ ആവശ്യപ്പെടുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതിൽ എന്താണ് അവരൊരു പ്രിലിമിനറി പ്രയോറിറ്റി എന്നുള്ള നിലയ്ക്ക് പറയുന്നത്? നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന നിലയിൽ തിരുവനന്തപുരത്ത് കിട്ടേണ്ട വികസനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളായിട്ട് മാറി മാറി ഭരിക്കുന്ന LDF UDF മുന്നണികൾ ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ കടുത്ത അവഗണനയാണ് ചെയ്യുന്നത്. നമ്മൾ കടുത്ത അവഗണന നേരിട്ട് കൊണ്ടാണ് ഈ തിരുവനന്തപുരം ജനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഈ മാറ്റങ്ങൾ, വികസനം ഇതൊക്കെ കിട്ടണം എന്നുള്ള ഒരു ചിന്ത ജനങ്ങളുണ്ട്. ഞാൻ പ്രധാനമായും നമുക്ക് ഗതാഗത കുരുക്ക് പരിഹാരം ഉണ്ടാകില്ല. കിഴക്കേക്കോട്ടയിൽ നമുക്കറിയാം, രാവിലെ 8:30 മണി മുതൽ 10 മണി വരെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ വാഹനങ്ങൾ വലിയ കുരുക്കളായി കടന്ന് ബ്ലോക്ക് സൃഷ്ടിച്ചുകൊണ്ട് എത്ര ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തമ്പാനൂർ പോലുള്ള നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ബസ് ടെർമിനലും അടക്കം നിൽക്കുന്ന അവിടെ പോലും വെള്ളത്തിലടിയിൽ ആകുന്ന കാഴ്ച. അതുപോലെ തന്നെ പാർവതി പുത്തനാറിൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഇതടക്കം പല പ്രശ്നങ്ങളും നമ്മുടെ നഗരം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പരിഹാരം ഉണ്ടാവണം, വികസനം സാധ്യമാകണം. നല്ല വികസന സാധ്യതയുള്ള ഒരു ജില്ലയാണ്, ഒരു നഗരമാണ് തിരുവനന്തപുരം. ചാലക്കമ്പോളത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്.